രംഗത്തിലും ഇടതുപക്ഷത്തിന് അടിയുറച്ച വോട്ടുകൾ കിട്ടുന്ന അങ്ങനെയൊന്നും ഇളകാത്ത മണ്ഡലങ്ങൾ ഉണ്ടായിരുന്ന ജില്ല അതായിരുന്നു കോഴിക്കോട്. എന്നാൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടത് ക്യാമ്പിനെ ഞെട്ടിച്ച് 30 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്ത UDF നിയമസഭാ തെരഞ്ഞെടുപ്പിലും വെന്നിക്കൊടി പാർക്കുകയാണ്. തുടർച്ചയായി 4 തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസിന് MLA-മാരില്ലാത്ത ജില്ല എന്ന ചീത്തപ്പേരിൽ നിന്ന് ഇടതുപക്ഷ കോട്ടകൾ കൂടി തകർത്തെറിഞ്ഞാണ് ഇത്തവണത്തെ മിന്നും വിജയം. ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ ബേപ്പൂർ ഒഴികെ 12 എണ്ണവും UDF അക്ഷരാർത്ഥത്തിൽ തൂക്കി. ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന PA മുഹമ്മദ് റിയാസ് മത്സരിച്ച ബേപ്പൂർ മാത്രമാണ് ഇടതുപക്ഷത്തിന് കോഴിക്കോട് നിലനിർത്താനായത്. 2016-ൽ CPM-ൽ നിന്നും VKC മുഹമ്മദ് കോയ 14,363 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടുകയും കഴിഞ്ഞ തവണ മുഹമ്മദ് റിയാസ് അത് 28,747 ആക്കി ഉയർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ PV അൻവർ ശക്തമായ മത്സരം കാഴ്ചവെച്ചതോടെ ജയിച്ചെങ്കിലും ഭൂരിപക്ഷത്തിൽ വലിയ കുറവാണ് റിയാസിനുണ്ടായത്. കോഴിക്കോട് ജില്ലയിൽ ഏതു കുത്തൊഴുക്കിലും തകരില്ലെന്ന് LDF ഉറപ്പിച്ചിരുന്ന മണ്ഡലങ്ങളായിരുന്നു ബേപ്പൂർ, ബാലുശ്ശേരി, കോഴിക്കോട് നോർത്ത്, എലത്തൂർ, പേരാമ്പ്ര എന്നിവ. ഇതിൽ ബേപ്പൂർ ഒഴിച്ച് 4ഇടത്തും കനത്ത തോൽവിയാണ് ഇത്തവണ ഏറ്റുവാങ്ങിയത്. ഇടതും വലുതും ജയിച്ചു കയറിയിട്ടുള്ള കോഴിക്കോട് നോർത്ത് സമീപകാലത്തായി CPM-ന് ഏറെ ആത്മവിശ്വാസമുള്ള മണ്ഡലമായിരുന്നു. 2006 മുതൽ CPM ആണ് ഇവിടെ ജയിച്ചിരുന്നത്. 2016-ൽ A പ്രദീപ് കുമാർ 27,873 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും തോട്ടത്തിൽ രവീന്ദ്രൻ ജയിച്ചിരുന്നു. എന്നാൽ ഇത്തവണ രവീന്ദ്രനെ നോർത്തിലെ ജനങ്ങൾ കൈവിട്ടു. K ജയന്തിലൂടെയാണ് കോൺഗ്രസ് നോർത്ത് മണ്ഡലം പിടിച്ചെടുത്തത്. NCPയുടെ സിറ്റിംഗ് സീറ്റായ AK ശശീന്ദ്രൻ തുടർച്ചയായി 3 തവണ വിജയിച്ച മണ്ഡലമായിരുന്നു എലത്തൂർ. ഓരോ തവണയും കുത്തനെ ഭൂരിപക്ഷം ഉയർത്തിയിരുന്ന എലത്തൂരിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ LDF-ഉം കരുതിയിരുന്നില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ തർക്കങ്ങൾ മറികടന്ന് ഇത്തവണയും മത്സരത്തിനിറങ്ങിയ ശശീന്ദ്രനെ കോൺഗ്രസിലെ വിദ്യാ ബാലകൃഷ്ണൻ 12,162 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് തറപറ്റിച്ചത്. കോൺഗ്രസിലെ വലിയ അട്ടിമറികളിൽ ഒന്നുകൂടിയാണ് ഇത്. 1980 മുതൽ ഇടതുമുന്നണിയുടെ കുത്തകയായ പേരാമ്പ്രയിൽ CPM-ലെ TP രാമകൃഷ്ണൻ ഹാട്രിക് വിജയം തേടിയാണ് ഇറങ്ങിയത്. 2016-ൽ 4,101 വോട്ടുകൾക്കും 2021-ൽ 22,592 വോട്ടുകൾക്കുമായിരുന്നു TPയുടെ വിജയം. മുസ്ലിം ലീഗ് അവരുടെ യുവമുഖമായ വനിതാ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയെ മത്സരത്തിനിറക്കിയതോടെ വലിയ രീതിയിലുള്ള പ്രചാരണം ഉയർന്ന മാധ്യമങ്ങളുടെ ശ്രദ്ധാ കേന്ദ്രമായ മണ്ഡലം കൂടിയായിരുന്നു പേരാമ്പ്ര. കടുത്ത മത്സരത്തിനൊടുവിലാണ് TP രാമകൃഷ്ണനെതിരെ ഫാത്തിമ ജയിച്ചു കയറിയത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറയിൽ നിന്നും തഹ്ലിയ കൗൺസിലറായും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2011 മുതൽ വിജയിച്ചു വരുന്ന ബാലുശ്ശേരിയും ഇത്തവണ CPM-നെ കൈവിട്ടിരിക്കുകയാണ്. രണ്ടാം വിജയം തേടിയിറങ്ങിയ KM സച്ചിൻ ദേവിനെ കോൺഗ്രസിലെ യുവമുഖമായ VT സൂരജാണ് തറപറ്റിച്ചത്. കഴിഞ്ഞ തവണ 20,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം സച്ചിൻ ദേവിന് ഇവിടെ ഉണ്ടായിരുന്നു. CPM-ന് പേരാമ്പ്ര പോലെ CPI-ക്ക് ഉറച്ച സീറ്റായിരുന്നു ജില്ലയിലെ നാദാപുരം. കോഴിക്കോട് CPM മത്സരിക്കുന്ന ഏക സീറ്റ് കൂടിയായിരുന്നു ഇത്. 1987 മുതൽ CPI ജയിച്ചു കയറുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തെ ജയത്തോടെ EP വിജയൻ ഹാട്രിക് വിജയവും നേടിയിരുന്നു. ഇത്തവണ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റുമായ P വസന്തമായിരുന്നു മത്സരിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ B അഭിജിത്ത് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. ചെറുതല്ലാത്ത ഭൂരിപക്ഷമാണ് നാദാപുരത്ത് അഭിജിത്ത് നേടിയത്. 2006 മുതൽ ഇടതുപക്ഷത്തിനൊപ്പം നിലകൊള്ളുന്ന 2 മണ്ഡലങ്ങളാണ് തിരുവമ്പാടിയും കൊയിലാണ്ടിയും. തിരുവമ്പാടി നിലനിർത്താനായി CPM സിറ്റിംഗ് MLA ആയ ലിൻഡോ ജോസഫിനെ തന്നെയാണ് മത്സരിപ്പിച്ചതും. കോൺഗ്രസ് ആകട്ടെ മുസ്ലിം ലീഗിൽ നിന്ന് സീറ്റ് ഏറ്റെടുത്തേക്കുമെന്നുള്ള ചർച്ചകളും ഉയർന്നിരുന്നു. ഒടുവിൽ ലീഗിലെ CK കാസിമാണ് മത്സരത്തിനെത്തിയത്. 5000-ലേറെ വോട്ടുകൾക്കാണ് UDF-ന്റെ വിജയം. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന കൊയിലാണ്ടിയിൽ 2006 മുതൽ CPM ആണ് വിജയിച്ചു വരുന്നത്. ഇത്തവണ 2016-ൽ വിജയിച്ച K ദാസനെയാണ് CPM മത്സരത്തിനിറക്കിയത്. കോൺഗ്രസ് ആകട്ടെ DCC പ്രസിഡന്റ് കൂടിയായ K പ്രവീൺ കുമാറിനെയും. ഒടുവിൽ 10,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രവീൺ കുമാർ ജയിച്ചു കയറി. നാഷണൽ സെക്യുലർ കോൺഫറൻസിന്റെ നേതാവായ PTA റഹീമിനെ സ്വതന്ത്രനാക്കി 2011-ൽ മുസ്ലിം ലീഗിൽ നിന്ന് LDF പിടിച്ചെടുത്ത മണ്ഡലമാണ് കുന്നമംഗലം. 4ാം തവണയും റഹീമിനെ മത്സരത്തിനിറക്കിയെങ്കിലും മുസ്ലിം ലീഗിലെ MA റസാഖിലൂടെ UDF ആ സീറ്റ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. കുറ്റ്യാടിയിലാകട്ടെ കൈവിട്ട മണ്ഡലം UDF മുസ്ലിം ലീഗിലെ പാറക്കൽ അബ്ദുള്ളയിലൂടെ തന്നെ തിരിച്ചു പിടിക്കുന്ന കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. സിറ്റിംഗ് MLA ആയ KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്ററെ തന്നെ CPM മത്സരത്തിനിറക്കിയെങ്കിലും ഇത്തവണ പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു. ലീഗ് വിജയിച്ചു കയറി.
തുടർച്ചയായ 2 പരാജയങ്ങൾക്ക് ശേഷം INL-ലെ അഹമ്മദ് ദേവർകോവിലിനെ പൊതു സ്വതന്ത്രനായി നിർത്തി കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ വിജയിച്ചു കയറിയ LDF ആ പരീക്ഷണം തന്നെയാണ് ഇത്തവണയും നടത്തിയത്. എന്നാൽ മുസ്ലിം ലീഗിലെ ഫൈസൽ ബാബുവിനോട് തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഇത്തവണ ദേവർകോവിൽ. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ കൊടുവള്ളിയിൽ യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസും വടകരയിൽ KK രമയും അതുപോലെ മിന്നുന്ന വിജയമാണ് നേടിയത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കനത്ത പരാജയമായിരുന്നു ജില്ലയിൽ UDF-ഉം കോൺഗ്രസും ഏറ്റുവാങ്ങിയത്. 2021-ൽ കൊടുവള്ളിയിൽ മുസ്ലിം ലീഗിന്റെ ഡോക്ടർ MK മുനീർ, വടകരയിൽ RMP സ്ഥാനാർത്ഥിയായ KK രമ എന്നിവരും 2016-ൽ കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ളയും കോഴിക്കോട് സൗത്തിൽ ഡോക്ടർ MK മുനീറും മാത്രമായിരുന്നു അന്ന് ജയിച്ചതും. ഈ 2 തവണയും കോൺഗ്രസിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി പോലും വിജയിച്ചിരുന്നില്ല. 2001-ലാണ് ഇതിനു മുൻപ് ജില്ലയിൽ നിന്ന് കോൺഗ്രസിന് MLA-മാർ ഉണ്ടായത്. കോഴിക്കോട് നോർത്തിൽ A സുജനപാലും കൊയിലാണ്ടിയിൽ P ശങ്കരനുമാണ് ജയിച്ചത്. അന്ന് 2 പേരും മന്ത്രിമാരുമായിരുന്നു. SIR-ന്റെ ഭാഗമായി ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലകളിൽ വോട്ടിംഗ് കൂടിയതും മുസ്ലിം വോട്ടുകളുടെ ഏകീകരണവും ക്രൈസ്തവ വോട്ടുകൾ ഒരുമിച്ചതുമെല്ലാം തങ്ങൾക്ക് അനുകൂലമായി എന്ന വിലയിരുത്തലിലാണ് നിലവിൽ UDF. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തുടർച്ചയെന്ന പോലെ തന്നെ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുകയും ചെയ്തു. 1995-ൽ ജില്ലാ പഞ്ചായത്ത് നിലവിൽ വന്ന ശേഷം ആദ്യമായിട്ടായിരുന്നു ഇത്തവണ തദ്ദേശത്തിൽ UDF അധികാരത്തിലേറിയത്. 28 സീറ്റിൽ 15 എണ്ണം നേടിയായിരുന്നു UDF-ന്റെ മുന്നേറ്റം. കോർപ്പറേഷനിലും 26 സീറ്റുകളിൽ UDF ജയിച്ചിരുന്നു. ബ്ലോക്കുകളിലടക്കം ഇടതുപക്ഷത്തിന്റെ കുത്തകയായിരുന്ന നിരവധി ഡിവിഷനുകളും പഞ്ചായത്തുകളും UDF പിടിച്ചെടുത്തിരുന്നു. അതേസമയം സംസ്ഥാനത്താകെയുള്ള 6 കോർപ്പറേഷനുകളിൽ 5ഉം നഷ്ടമായപ്പോൾ LDF-ന് ആശ്വാസമായത് കോഴിക്കോട് മാത്രമായിരുന്നു. ആ ജില്ല ഒന്നാകെയാണ് ഇപ്പോൾ ഇടത്തുനിന്നും വലത്തേക്ക് മാറിയതും.